വിശേഷങ്ങൾ ഏട്ടാ ഒരു കാര്യം അറിഞ്ഞ ക്ലീറ്റോ ചേട്ടനെ പൈപ്പിമൂട് ജംഗ്ഷനില് വമ്പൻ സ്വീകരണം. ഒന്നും ഏട്ടനെ അറിഞ്ഞില്ലേ? ഇപ്പം ഇല്ല. ക്ലീറ്റോ ചേട്ടൻ സമരം ചെയ്ത ആ റോഡ് പണി തീർത്തില്ലേ? ആ റോഡ് അവൻ സമരം ചെയ്ത അത് തന്നെയാ. എടി അവൻ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പോയപ്പോ സ്കൂട്ടർ നാണ്ടും പറഞ്ഞാൽ ആ കുളത്തിൽ അവിടെ ഒരു കുളം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഓടയിൽ വീണ് പുറം മൊത്തം വെള്ളമായി. ഇവന് ദേഷ്യം വന്ന് അവിടെ കിടന്ന് എല്ലാവരും ഭയങ്കര വഴക്കായിരുന്നു. ചീത്തയൊക്കെ വിളിച്ചപ്പോൾ ആളുകൾ കൂടി. ഇതിൽ ഏതൊരു പയ്യൻ മൊബൈൽ എടുക്കണ കണ്ടവൻ മൊബൈൽ എടുക്കണ കണ്ടതും ക്ലീറ്റോടെ തനി കുണങ്ങന്മാരെ അവൻ പെട്ടെന്ന് റൂട്ട് മാറ്റിയിട്ട് സമരം ചെയ്യും മരണം വരെയും സമരം ചെയ്യും, എത്രയും പെട്ടെന്ന് സർക്കാർ നീതി പാലിക്കുക, റോഡ് നികത്തുക എന്ന് പറഞ്ഞ് ഭയങ്കര ബഹള ആളെ കൂട്ടി ഫേസ്ബുക്കിലൊക്കെ വന്ന് അങ്ങ് പേരായി. അതല്ലാതെ അവ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചൊന്നുമല്ല, ഒരു അബദ്ധത്തെ പറ്റിയ കാര്യം. ഏട്ടാ വെറുതെ കുശുമ്പ് പറയരുതേ. അതൊന്നും അല്ല, ക്ലീറ്റോ ചേട്ടാ സമരം ചെയ്തിട്ട് തന്നെയാ റോഡ് പണി തീർത്തത്. തന്നെ ഇന്ന് വരെ അവൻ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടടി? അവൻ മര്യാദക്ക് രാഷ്ട്രീയം വിട്ടനെ. പക്ഷെ നീയും അവളും കൂടെ ചേർന്നാണ് അവനെ പാഴിക്കളണത്. അവൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചാൽ നിങ്ങളെ കൂട്ടിയിരിക്കും. അതൊന്നുമല്ല, നല്ലത് കണ്ടാൽ ഞങ്ങൾ നല്ലതെന്ന് തന്നെ പറയും. എന്നിട്ടാണ് വൈകിട്ട് ഇവിടെ ചാനലുകാർ ഇന്റർവ്യൂവിന് വരാൻ പോണത്. ചാനലുകാർ ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നുണ്ട്. നമ്മളൊക്കെ ഇരുത്തിക്കൊണ്ട ഇന്റർവ്യൂ. ഞങ്ങളൊന്നും പോയില്ല, എന്നാലും ചാനലുകാർക്ക് നമ്മുടെ അഭിപ്രായമൊക്കെ അറിയണമെന്ന് ക്ലീറ്റോ ചേട്ടനെ പറ്റിയിട്ടുള്ള. അപ്പൊ ഏട്ടൻ വൈകിട്ട് നേരത്തെ വരണം. ഇപ്പൊ എവിടെ പോവാ? പോയിട്ട് നേരത്തെ വരണ്ടേ? അല്ല അതിന് ഇപ്പഴല്ല, വൈകിട്ട് നേരത്തെ വന്നാ മതി. ഊണ് കഴിക്കണ്ടേ? കഴിക്കണം. തന്നല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അല്ല പറയണ്ടേ, പറഞ്ഞ കാര്യം ഒന്ന് പറയണ്ടേന്ന്. വാ, വല്ല കാര്യമുണ്ട് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അവന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ അവന്റെ ഇന്റർവ്യൂ. പിന്നെ ഞാൻ എന്തിനാണ്? നല്ലൊരു ദിവസമായിട്ട് കുറച്ച് സന്തോഷമായിട്ട് ഇപ്പൊ നിനക്കെല്ലാവരും അത്യാവശ്യം അവൻ ഇറങ്ങിയ നോക്ക്. റെഡി ആവുമായിരിക്കും, ഞാൻ വിളിക്കാം. വിളിക്കാം നാത്തൂനെ. ചുമ്മാ നാത്തൂനെ വാടേ. റെഡിയായോ? പിന്നെ ഞാൻ ഓഫീസിൽ പോവാൻ ഇന്റർവ്യൂവിന് എന്തൊക്കെയോ പറയാനില്ലേ? അതൊക്കെ പഠിച്ചോണ്ടിരിക്കുക. നാത്തൂനെ ഈ സാരി എങ്ങനെയുണ്ട്? അയ്യോ ഇത് നോക്കിയേ, അമ്മയുടെ പോലത്തെ തന്നെ സാരി. അയ്യോ ഇത് പ്രായമായവരെടുക്കുന്നതാ. ഇത് വില കൂടിയ സാരി, അതേപോലെ ഒന്നും അല്ലാതെ വില കുറഞ്ഞ സാരി അങ്ങോട്ട്. ഇതും വില കൂടിയ സാരിയൊക്കെ തന്നെയാ. ക്ലീറ്റോ ചേട്ടാ അവര് വരാൻ സമയമായോ? അവര് ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. അയ്യോ ഈ സാരി ഒന്ന് മാറ്റി എടുത്തിട്ട് വരായിരുന്നു. എന്റെ കുഴപ്പമോടെ ഉള്ളു. എന്റെ മുഖം കണ്ടായിരിക്കുന്നേ, കടന്തല്ലോ കുത്തിയല്ല, നേരെ വെളുത്തപ്പോ തൊട്ട് വീർത്ത് കെട്ടിക്കൊണ്ടിരിക്കുക. എന്റെ കുഞ്ഞിന്റെ ഔദാര്യത്തിൽ ലോകം മൊത്തം അറിയാൻ നേരിച്ചപ്പോ അവനൊക്കെ എന്തിനാ ഒന്നും പറയണ്ട. നമ്മളെ മാത്രം എടുക്കാൻ ഒക്കത്തില്ലയോടാ. കൊണ്ടുപോകണം കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാ? പോവാൻ നിൽക്കുവല്ല അച്ഛാ, ഇവിടെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എന്തോ സന്തോഷം? അതെ അച്ഛാ, ഇവിടെ 2 വർഷമായിട്ട് ഒരു റോഡ് പൊളിഞ്ഞു കിടക്കണുണ്ടായിരുന്നു. ക്ലീറ്റോ ചേട്ടൻ ഒറ്റയ്ക്ക് സമരം ചെയ്ത് ആ റോഡൊക്കെ ശരിയാക്കി ടാറൊക്കെ ചെയ്ത്. അയ്യോ പിന്നെ താറേ, അതെന്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അങ്ങ് താറിട്ടോളും. അവനെന്തോ വില പറിക്കാനാ താറിടാനോ? ഇവനെ താറിടുമെന്ന് ഇവന് മനസ്സിലായപ്പം വളരെ കുതന്ത്രപരമായി അവൻ പോയി സമരവും സത്യാഗ്രഹവും ചെയ്താ. അറിയാനൊക്കെ അങ്ങനെയൊന്നും അല്ല പിന്നെ ക്ലീറ്റോ ചേട്ടന്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെ. പിന്നെ അവന്റെ കഴിവിനെ പറ്റി നീ എന്നോട് പറഞ്ഞല്ലേ? കഴിവ് വേണമെങ്കിൽ നല്ല ഒന്നാം തരം തറവാട്ടി തുറക്കണം, അല്ലെങ്കിൽ നല്ല അഭിമാനവും അന്തസ്സും വിവരമുള്ള അന്തയ്ക്കും തലയ്ക്കും. ഇന്ന് ക്ലീറ്റോ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചാനലിൽ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട്. ക്ലീറ്റോ ചേട്ടന് ഒരേ നിർബന്ധം, കുടുംബക്കാരെല്ലാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യണോ. എന്താ മഹാഭാഗ്യം ഈ സമയത്ത് ഞാൻ ഇവിടെ എത്തിയത്. ഇവനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ചൂടുള്ളടുത്ത് തലയിലൊരിടി.
എന്തുവാ ഇത്? വാ അങ്ങോട്ട്. എവിടെ? എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണം? ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാൻ അയാളെ വർത്താനം കേട്ടില്ലേ? ക്ലീറ്റ് പ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കനങ്ങനെ ജനതിയൊക്കെ ഉള്ളല്ലേ ക്ലീറ്റ്. വാ. ഇല്ല തങ്കം, അയാളെ നാവിന് എല്ലില്ലാത്ത മനുഷ്യനാണ്, പലതും പറയും. എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എന്തേ പറയണേ? എന്ത് രാഷ്ട്രീയ ഭാവം നശിപ്പിക്കാനുണ്ടോ? അയ്യോ, ഞാൻ എങ്ങനെ? അതെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ ചാനലുകാരെ വിളിച്ചിട്ട് നിന്റെ തരാം. നീ പറ, എനിക്ക് വയ്യ, അസുഖമില്ല എന്ന് പറഞ്ഞാൽ മതി. അയ്യേ, മോശമല്ലേ അവരോടൊക്കെ വരാൻ പറഞ്ഞിട്ട്. ക്ലീറ്റ് വന്ന് ഞാൻ നോക്കിക്കോളാം. മോശമില്ല, നീ വിളിച്ച് പറ. അയ്യോ, ഞാൻ എന്തുവാ ക്ലീറ്റ്? ഏത് സമയത്ത് അയാളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബെല്ലുണ്ട്, പറഞ്ഞു. എന്ത് പറയുന്നോണേ? പറഞ്ഞു. അവർക്ക് എനിക്ക് വയ്യ, മനസ്സിലാവും. ശ്വാസം മുട്ട്, ഞാൻ ഇപ്പൊ ചാവും. ഓ, അയ്യോ, എടുക്കണ്ട. ഓ, കട്ടായി. നോക്കട്ടെ, വേറെ നമ്പറുണ്ട്. ക്ലീറ്റ് ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വാ. നീ ചുമ്മാ ഇരി തങ്കം, ആൾക്കാർ കാണുന്ന പരിപാടിയാണിത്. കടിക്കുന്നുണ്ട്, പറഞ്ഞോ. അയ്യോ, കട്ടായി. അവിടെ നീ വരത്തില്ലേ അവര്? അവര് വന്ന എന്ത്, വന്നില്ലെങ്കിൽ അമ്മച്ചിക്ക് എന്ത്? വന്നാ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഓ, അത് ശരി. പിന്നെ വെറുതെ മെനക്കെട്ടെങ്കിൽ ഇത്ര ഒരുങ്ങി എന്തിനു തന്നെ? ക്ലീറ്റോ, എന്തോ?